നല്ല ചൂട് കഞ്ഞി കിട്ടുന്നൊരു സ്പോട്ട് പരിചയപ്പെടുത്തി തരട്ടെ. പള്ളിമുക്ക് ഭാഗത്താണ് കേട്ടോ ഈ ഒരു കട വരുന്നത്. നെല്ലിക്ക എന്നാണ് കടയുടെ പേര്. എനി ടൈം ഈസ് കഞ്ഞി ടൈം എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. സത്യമാണ്, സത്യമല്ലേ? അങ്ങോട്ട് കയറി ചെന്നപ്പോൾ തന്നെ ആൾക്കാരെല്ലാം എന്താ ഇതുപോലെ കോരി കോരി കുടിക്കുന്ന കണ്ടിട്ട് കൊതിയായിട്ട് വയ്യായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് എറണാകുളത്ത് വന്നിട്ട് ഫുള്ള് ഇറച്ചി തീറ്റിയായിരുന്നു. എന്നാൽ പിന്നെ ഒരു വെറൈറ്റിക്ക് എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കഴിക്കണം എന്ന് തോന്നി. അങ്ങനെ തപ്പി തപ്പി വന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു കഞ്ഞിക്കടയെ പറ്റി അറിഞ്ഞത്. എൻ്റെ പൊന്നോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. സാധാ കഞ്ഞിയൊന്നുമല്ല, പല വെറൈറ്റി കഞ്ഞികളാണ് ഇവിടെ കിട്ടുന്നത്. പയർ കഞ്ഞി, തൈര് കഞ്ഞി, പിന്നെന്താ പഴം കഞ്ഞി, പിന്നെ നെല്ലിക്ക കഞ്ഞിയുണ്ട്, പിന്നെന്താ അതുപോലെ തന്നെ നല്ല പൊടിയേരി കഞ്ഞി, അങ്ങനെ 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 ഒരുപാട് വെറൈറ്റി കഞ്ഞികളുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് പയർ കഞ്ഞിയും തൈര് കഞ്ഞിയുമാണ്. നല്ലൊരു ദൂരയാത്രയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേ ഇതുപോലൊരു കഞ്ഞിയൊക്കെ കിട്ടുമ്പോൾ വയറിനൊരു സുഖം കിട്ടത്തില്ലേ? ആ ഒരു ഫീലാണ് കേട്ടോ. കഞ്ഞിയാണെങ്കിലും നല്ല തിളച്ച കഞ്ഞിയായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ വായിലോട്ടൊരു സ്പൂൺ വെച്ചതും എൻ്റെ നാക്കെല്ലാം അങ്ങ് പൊള്ളിപ്പോയി. ഇവിടെ 24 hours ഉണ്ട് കേട്ടോ കഞ്ഞി. എല്ലപ്പോഴും കൂടെ ഇതുപോലെ എറണാകുളത്തൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഇതുപോലത്തെ ഉള്ള ഫുഡ് സ്പോട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ കഞ്ഞിക്ക് കൂടെ കൂട്ടാനായിട്ട് നമുക്കുണ്ടായിരുന്ന എന്തൊക്കെയാണെന്ന് കണ്ടേ. പയർ, അതുപോലെ തന്നെ നല്ല തേങ്ങാ ചമ്മന്തി, നല്ല നെല്ലിക്ക ഉപ്പിലിട്ടത്, ഒരു പപ്പടവും, പിന്നെ സ്പെഷ്യലായിട്ട് നമുക്കിതാ നല്ല നെത്തോലി വറുത്തതും നെത്തോലി പറ്റിച്ചതും, അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ചെമ്മീൻ ചമ്മന്തിയും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് വാങ്ങിയതാണ്. മീൻകറിയും അതുപോലെ തന്നെ പല പല വെറൈറ്റീസ് ഫ്രൈയും ഒക്കെ അവിടെ കിട്ടുവേ. പിന്നെ നല്ല കപ്പ ഉടച്ചതും അതിൻ്റെ കൂടെ നല്ല മുളക് ചമ്മന്തിയും. എൻ്റെ പൊന്നോ, ഒന്നും പറയണ്ടായിരുന്നു കേട്ടോ. ചൂട് കാരണം വായിലോട്ടൊരു തരി പോലും വെക്കാൻ പറ്റുന്നില്ലായിരുന്നേ. കുറേ നേരം ഇളക്കിയതിന് ശേഷമാണ് ഒന്ന് തണുത്തത്. അത് ഉപ്പൊക്കെ നമ്മുടെ അടുത്ത് കൊണ്ട് വെച്ചേക്കാണ് കേട്ടോ. നമുക്ക് ആവശ്യം പോലെ ഉപ്പൊക്കെ ചേർത്ത് നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കാം. നല്ല രുചിയായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, എറണാകുളത്തുള്ളവരൊക്കെ മസ്റ്റ് ട്രൈ ആണ്. പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഭാഗത്തൂടെയൊക്കെ പോകുന്നവരൊക്കെ കയറി ഒന്ന് ട്രൈ ചെയ്തോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ എന്തായാലും ഒരു പാത്രം കഞ്ഞിയും പിന്നെ ഒരു ശകലം കഞ്ഞിയും കൂടെ വാങ്ങിച്ചു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ആ കഞ്ഞിയെല്ലാം ഫുള്ള് കോരി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആ പാത്രത്തോട് പൊക്കി വായിലോട്ട് ഒഴിക്കായിരുന്നു കേട്ടോ, ആ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. അവനാണെങ്കിൽ നാണക്കേടും ഉണ്ട്, എന്നാൽ ഇത് കുടിക്കാതിരിക്കാനും പറ്റില്ല കേട്ടോ. എല്ലാ കറികളും നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഒരു ശകലം പോലും വേസ്റ്റ് ആക്കാതെ ഞങ്ങൾ എല്ലാവരും നല്ല ലാവിഷായിട്ട് കഴിച്ചു കേട്ടോ. കഞ്ഞി നമ്മൾ ചോദിക്കുന്ന അനുസരിച്ച് അവർ തരും കേട്ടോ. അപ്പോൾ എറണാകുളത്ത് ഈ കടയെപ്പറ്റി അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ വഴി പാസ് ചെയ്ത് പോകുമ്പം പറ്റുന്നവരൊക്കെ കയറുക കേട്ടോ. അടിപൊളി സ്പോട്ടാണ് കേട്ടോ. കഞ്ഞി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആണ്. ഓക്കെ, ബൈ.